ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 5 സംസ്ഥാനങ്ങളിലെ 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നു. ചെന്നൈയിലെ പൊതുയോഗത്തിൽ ഡിഎംകെയ്ക്കെതിരെ രൂക്ഷ വിമർശനം. സ്വാശ്രയത്വം കൂടാതെ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാനാകില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി. പ്രതിരോധ ഉൽപാദന മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ്. കേരളത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഐഎം നേരിട്ട് ഇടപെട്ടതിന് തെളിവുകൾ ഉണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി ഷെഹ്ബാസ് ഷെരീഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് തെഹ്രിക് ഇ ഇൻസാഫ് പ്രവർത്തകരുടെ പ്രതിഷേധം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ യുപി വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം അല്പസമയത്തിനകം. മത്സരം ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 സംസ്ഥാനങ്ങളിലെ സന്ദർശനവും വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പുരോഗമിക്കുന്നു. തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ 1,10,000 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ചെന്നൈയിൽ അല്പം മുമ്പ് പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഡിഎംകെയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ മാധ്യമങ്ങളെ മാനേജ് ചെയ്യുന്നതിലായിരുന്നു ഡിഎംകെയുടെ ശ്രദ്ധയെന്നും വെള്ളപ്പൊക്ക കെടുതിയിൽ സംസ്ഥാനത്തെ ജനം ദുരിതം അനുഭവിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ के प्रयासों के बीच डीएमके सरकार ने चेन्नई के लोगों की जरूरतों से, आपके सपनों से मुंह फेर रखा है. अभी कुछ समय पहले इतना बड़ा साइक्लोन आया, चेन्नई के लोगों को इतनी परेशानी हुई, लेकिन डीएमके सरकार ने मदद करने की जगह लोगों की मुश्किलों को और ज्यादा बढ़ाने का काम किया. നേരത്തെ കൽപ്പാക്കത്ത് ആണവ റിയാക്ടർ ഭവനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഭാവനിയിൽ നിർമ്മിക്കുന്ന 500 മെഗാവാട്ട് തദ്ദേശീയ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ കോർ ലോഡിംഗ് ആരംഭിക്കുന്നതിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു. നിലയത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി നോക്കിക്കണ്ടു. തെലങ്കാനയിലെ അദീലാബാദിൽ 56,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. എൻഡിപിസിയുടെ തെലങ്കാന സൂപ്പർ തെർമൽ പവർ പദ്ധതിയുടെ 800 മെഗാവാട്ട് 2ാം യൂണിറ്റ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. പദ്ധതികൾ മുഴുവൻ മേഖലയിലെയും വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുമെന്നും ഇത് രാജ്യത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ രാവിലെ ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ഒഡീഷയിലെ ജാജ്പൂരിൽ 19,600 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2047 രാജ്യത്തെ വികസിത ഭാരതം ആക്കുന്നതിനുള്ള അടിസ്ഥാനം കാർഷിക മേഖലയായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇ കിസാൻ ഉപജ് നിധിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സംരംഭത്തിലൂടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കർഷകരുടെ സംഭരണ ലോജിസ്റ്റിക്സ് സുഗമമാകുമെന്നും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് പ്രവർത്തനമാരംഭിച്ചു. ഹരിയാനയിലെ ഹിസാറിലുള്ള ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡിൽ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റാണ് ഹിറാസിലേത്. പദ്ധതി അടുത്ത 2 ദശാബ്ദങ്ങളിൽ കാർബൺ ബഹിർഗമനം പ്രതിവർഷം 2,700 മെട്രിക് ടണ്ണായി കുറയ്ക്കും. യുഎഇയിലേക്കും ബംഗ്ലാദേശിലേക്കും 64,400 ടൺ ഉള്ളി കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ വിജ്ഞാപനമനുസരിച്ച് ബംഗ്ലാദേശിലേക്ക് 50,000 ടണ്ണും യുഎഇയിലേക്ക് 14,400 ടണ്ണും ഉള്ളി കയറ്റുമതി ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ഈ വർഷം മാർച്ച് വരെ ഉള്ളിയുടെ കയറ്റുമതി കേന്ദ്രം നിരോധിച്ചിരുന്നു. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തിൽ സുപ്രീംകോടതിയുടെ വിമർശനം. തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ദുരുപയോഗം ചെയ്തതിനു ശേഷം എന്തിനാണ് സ്റ്റാലിൻ സുപ്രീംകോടതിയെ സമീപിച്ചതെന്ന് ബെഞ്ച് ആരാഞ്ഞു. സ്റ്റാലിനോട് താൻ മന്ത്രിയാണെന്നും തന്റെ അഭിപ്രായത്തിന്റെ അനന്തരഫലങ്ങൾ അറിയണമായിരുന്നുവെന്നും സുപ്രീംകോടതി പറഞ്ഞു. സ്റ്റാലിന്റെ പരാമർശങ്ങൾക്കെതിരെ 6 സംസ്ഥാനങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
6 എഫ്ഐആറുകളും ഒരുമിച്ച് പരിഗണിക്കണം എന്ന ഉദയനിധി സ്റ്റാലിന്റെ ഹർജിയിൽ വാദം കേൾക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. ഹർജി ഈ മാസം 15-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സ്വാശ്രയത്വം കൂടാതെ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനാകില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു വികസിത രാഷ്ട്രമാകാൻ രാജ്യം സാങ്കേതിക വിദ്യ കൈവരിക്കേണ്ടതുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഡെഫ് കണക്ട് 2024 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. 2014 44,000 കോടി രൂപയായിരുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം നിലവിൽ 1 ലക്ഷം കോടി രൂപ കടന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. പ്രതിരോധ സാങ്കേതിക വിദ്യകളിലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏസിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇന്നവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ് എന്ന പദ്ധതിക്കും രാജ്യരക്ഷാമന്ത്രി തുടക്കം കുറിച്ചു. ഈ പദ്ധതിക്ക് കീഴിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഗവേഷണം, വികസനം, നൂതന ശ്രമങ്ങൾ എന്നിവയ്ക്കായി സ്റ്റാർട്ടപ്പുകൾക്ക് 25 കോടി രൂപ വരെ ഗ്രാന്റ് ഇൻ എയ്ഡ് ലഭിക്കും. പദ്ധതി യുവാക്കളുടെ നവീകരണത്തെ പരിപോഷിപ്പിക്കുമെന്നും സാങ്കേതിക വിദ്യാ മേഖലയിൽ രാജ്യത്തെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഡൽഹി സർക്കാരിന്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള 76,000 കോടി രൂപയുടെ ബജറ്റ് ധനമന്ത്രി അതിഷി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഡൽഹിയിൽ താമസിക്കുന്ന 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ നൽകാൻ ബജറ്റിൽ നിർദ്ദേശം. ഡൽഹിയിൽ 250 പുതിയ കോടതി മുറികൾ നിർമ്മിക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതിക്ക് സമീപമുള്ള ആസ്ഥാനം ഒഴിയാൻ ആം ആദ്മി പാർട്ടിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. സ്ഥലമൊഴിയാൻ കോടതി ജൂൺ 15 വരെ സമയപരിധി അനുവദിച്ചു. എഐപിക്ക് ഭൂമി ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിയെ സമീപിക്കാവുന്നതാണെന്നും ഇത്തരത്തിലുള്ള അപേക്ഷ 4 ആഴ്ചയ്ക്കകം പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കുവാനും കോടതിയെ അറിയിക്കുവാനും നീതിപീഠം നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതിക്കും കുടുംബത്തിനുമെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ആക്ഷേപകരമായ പ്രസ്താവനകൾ ജനാധിപത്യത്തിന്റെ അന്തസ്സ് തകർക്കുന്നുവെന്ന് ബിജെപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷം കൂടുതൽ അസ്വസ്ഥരാകുകയാണെന്ന് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പാർട്ടി വക്താവ് ഡോക്ടർ സുധാൻഷു ത്രിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ മോദി എല്ലാ ഇന്ത്യക്കാരെയും തന്റെ കുടുംബമായി കണക്കാക്കുന്നുവെന്നും ശ്രീ ത്രിവേദി വ്യക്തമാക്കി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ഡയറക്ടറേറ്റിന് കീഴിൽ 2 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ STPI ഇൻക്യുബേഷൻ കേന്ദ്രം നേരിട്ടും കൊച്ചി കിൻഫ്ര ഹൈടെക് പാർക്കിലെ STPI കേന്ദ്രം ഓൺലൈനായും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കണമെന്നും കൊലയ്ക്ക് കൂട്ടുനിന്ന ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ സർവീസിൽ നിന്നും പുറത്താക്കി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CPIM നേരിട്ട് ഇടപെട്ടതിന് തെളിവുകൾ ഉണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ അല്പസമയത്തിനകം നേരിടും. ബംഗളൂരുവിലെ M. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി ഷെഹ്ബാസ് ഷെരീഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് പാകിസ്ഥാൻ തെഹ്രീക്-ഇ-ഇൻസാഫ് പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധത്തിനിടെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ നാളെ മുതൽ വ്യാഴാഴ്ച വരെ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മുകശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, മുസാറാബാദ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 3 ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിൽ ചെറിയ തോതിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 സംസ്ഥാനങ്ങളിലെ 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നു. ചെന്നൈയിലെ പൊതുയോഗത്തിൽ DMK-ക്കെതിരെ രൂക്ഷ വിമർശനം. സ്വാശ്രയത്വം കൂടാതെ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാനാകില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി. പ്രതിരോധ ഉൽപാദന മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ്. കേരളത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM നേരിട്ടിടപെട്ടതിന് തെളിവുകൾ ഉണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി ഷെഹ്ബാസ് ഷെരീഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് തെഹ്രീക്-ഇ-ഇൻസാഫ് പ്രവർത്തകരുടെ പ്രതിഷേധം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. മത്സരം ബംഗളൂരുവിലെ M. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.